മക്കളെ ഏറെ സ്നേഹിക്കുന്നവരാണ് എല്ലാ മാതാപിതാക്കളും. അവരുടെ പഠനത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും അച്ഛനമ്മമാർക്ക് പല സ്വപ്നങ്ങളും ഉണ്ടാകും. പെൺകുട്ടികളാണെങ്കിൽ പ്രായപൂർത്തിയായാൽ അവരെ വിവാഹം കഴിപ്പിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്തങ്ങൾ. കുട്ടിക്കാലം മുതൽ രക്ഷിതാക്കളുടെ ഇഷ്ടങ്ങളാണ് മക്കളുടെ മേൽ കെട്ടിവെക്കുന്നത്. അവരുടെ പഠനകാര്യം മുതൽ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് വരെയും ഇടപെടുന്ന മാതാപിതാക്കളുണ്ട്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് അവരെ ബലിയാടാക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ, കുട്ടികൾ രക്ഷിതാക്കളുടെ സ്വകാര്യ സ്വത്തുക്കളല്ല. അവരാര് വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അച്ഛനമ്മമാർക്കല്ലെന്ന് പറഞ്ഞത് ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ്. എന്നാൽ കാസർഗോഡ് ഇഷ്ടമില്ലാത്തയാളെ വിവാഹം കഴിക്കാൻ 19-കാരിയെ കുടുംബം സമ്മർദ്ദം ചെലുത്തിയതും അതേ തുടർന്നുള്ള ആത്മഹത്യയും നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. മക്കളെ ഏറെ സ്നേഹിക്കുന്ന മാതാപിതാക്കളാണോ നിങ്ങൾ? അവരുടെ ഭാവിയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളും ആശങ്കയും ഉണ്ടാകുമല്ലേ? പെൺമക്കളെ പ്രായപൂർത്തിയായ ഉടൻ വിവാഹം കഴിപ്പിച്ചയച്ചാൽ ഉത്തരവാദിത്തം കഴിഞ്ഞുവെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു തിരിച്ചറിവ് പോലും ഇല്ലാത്ത പ്രായത്തിൽ കുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്ന രക്ഷിതാക്കൾ അവരെ കുരുതി കൊടുക്കുകയാണ്. നിരവധി പെൺകുട്ടികളുടെ ചോരയും കണ്ണീരും വീണിട്ടുള്ള നാടാണ് കാസർഗോഡ് ജില്ല. കൈതക്കാട് പയ്യങ്കി സ്വദേശിനി മുബഷിറയും ഒരു ഇരയാണ്. 19-ാം വയസ്സിൽ വീട്ടുകാർ അവരുടെ വിവാഹം ഉറപ്പിച്ചു. എന്നാൽ തൃക്കരിപ്പൂർ സ്വദേശിയായ യുവാവിനെ കല്യാണം കഴിക്കാൻ മുബഷിറയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതിലുള്ള മനോവിഷമത്തിൽ ആ പെൺകുട്ടി ജീവനൊടുക്കുന്നു. മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും ചന്ദേര പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചെറുവത്തൂർ കൈതക്കാട് പയ്യങ്കി സ്വദേശിനി മുബഷിറയെ ജൂൺ 2-നാണ് എലിവിഷം അകത്ത് ചെന്ന നിലയിൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച വൈകിട്ടോടെയാണ് മരണം സംഭവിച്ചത്. അബ്ദുൾ റഹ്മാൻ ഫാത്തിമ ദമ്പതിമാരുടെ മകളാണ് മുബഷിറ. തൃക്കരിപ്പൂർ സ്വദേശിയായ യുവാവുമായി മുബഷിറയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നതായി വിവരമുണ്ട്. ഇതിലുള്ള എതിർപ്പിനെ തുടർന്നാണ് എലിവിഷം കഴിച്ചതെന്നാണ് ചന്ദേര പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതേസമയം മുബഷിറ ജീവനൊടുക്കാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൈതക്കാട് അൽവർദ വുമൻസ് കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു മുബഷിറ. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം നടത്തിവരുന്നത്. ജില്ലയിൽ ഒരു മാസത്തിനിടെ മുബഷിറയടക്കം 5 യുവതികളാണ് ജീവനൊടുക്കിയത്. ഗാർഹിക പീഡനവും സ്ത്രീധനവും ആവശ്യപ്പെട്ടുള്ള മാനസിക സമ്മർദ്ദവുമൊക്കെയാണ് ഭർത്തൃമതികളായ യുവതികളുടെ മരണത്തിന് കാരണമെന്നാണ് നിഗമനം. ഇതിൽ കാറടുക്ക കർമ്മന്തൊടി സ്വദേശിനി സൗവർണിക ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ കാരണം വ്യക്തമായിട്ടില്ല. മെയ് 18-നാണ് കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ അശ്വതിയെ താമസ സ്ഥലത്ത് വിഷം കഴിച്ച് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കുറ്റിക്കോൽ ബേത്തൂർപ്പാറ വട്ടംതട്ട സ്വദേശിയായ അശ്വതിയുടെ വിവാഹം കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് നടന്നത്. പറക്കളായി ചീറ്റക്കാവ് സ്വദേശി രൂപേഷാണ് ഭർത്താവ്. വിവാഹത്തിന് ശേഷം വെറും 3 ആഴ്ചയ്ക്ക് ശേഷമുണ്ടായ യുവതിയുടെ മരണം സംബന്ധിച്ചും വ്യക്തമായ കാരണം കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ആദൂർ പള്ളപ്പാടിയിലെ സൈനുദ്ദീന്റെ ഭാര്യ സെറീന, പാണലത്തെ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുവൈദ എന്നിവർ ജീവനൊടുക്കിയത് ഭർത്തൃ വീടുകളിലെ നിരന്തര പീഡനത്തെ തുടർന്നാണ് ആരോപണം. 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാതാവായ സുവൈദ 1-ാം വിവാഹ വാർഷികം നടക്കാനിരിക്കെയാണ് ജീവനൊടുക്കിയത്. കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഭർത്തൃ വീട്ടിൽ നിന്നുണ്ടായ മാനസിക പീഡനമാണ് ചർലടക്ക സ്വദേശി സെറീന തൂങ്ങി മരിക്കാൻ കാരണം. ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ FIR-ൽ പരാമർശമുണ്ടെങ്കിലും ഇതുവരെ ഇവർക്കെതിരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല.
ന്യൂസ് 18 കാസർഗോഡ്. കഠിനമായ ജോലി സമ്മർദ്ദം, മേലുദ്യോഗസ്ഥരുടെ പീഡനം, അമിത ജോലിഭാരം, കുടുംബ തർക്കം എന്നിവയൊക്കെ എല്ലാ മനുഷ്യരും നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാ ജോലികളിലും ഇത്തരം പ്രതിസന്ധികളുണ്ട്. പല വീടുകളിലും വഴക്കും ബഹളവുമുണ്ട്. നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ അതിൽ പരിഹാരം തേടി പോകുന്നത് പോലീസ് സ്റ്റേഷനുകളിലേക്കാണല്ലേ. എന്നാൽ ഒരു പോലീസുകാരൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായാലോ? ഏറെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണിത്. എന്നാൽ ചെറിയ പ്രതിസന്ധികളിൽ പോലും തകർന്നു പോകുന്ന ഉദ്യോഗസ്ഥരുണ്ട്. തൃശൂർ മാള പോലീസ് സ്റ്റേഷനിലെ SHO തൂങ്ങി മരിച്ചതിൻ്റെ കാരണം എന്താണ്? കൊല്ലം സ്വദേശിയായ CI R രാജേഷിനെ ക്വാർട്ടേഴ്സിനുള്ളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യക്തിപരമായ കാരണമാണ് ആത്മഹത്യയെന്ന് സൂചിപ്പിക്കുന്ന കുറിപ്പും കണ്ടെത്തി. കഴിഞ്ഞ 2 ദിവസമായി അവധിയിലായിരുന്ന മാള സ്റ്റേഷനിലെ SHO രാജേഷിനെ ഡ്യൂട്ടിക്ക് കാണാതായതോടെ സ്റ്റേഷനിലെ പോലീസുകാർ അന്വേഷിച്ച് ക്വാർട്ടേഴ്സിൽ എത്തുകയായിരുന്നു. ബുധനാഴ്ചയാണ് കൊല്ലത്ത് നിന്ന് ലീവ് കഴിഞ്ഞ് CI രാജേഷ് ക്വാർട്ടേഴ്സിൽ മടങ്ങിയെത്തിയത്. പോലീസുകാർ എത്തിയപ്പോൾ വീട്ടിലെ ഹാളിനുള്ളിൽ ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. തുടർന്ന് വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യക്കുറിപ്പെന്ന് സംശയിക്കുന്ന കത്തും കണ്ടെത്തിയിട്ടുണ്ട്. തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്നും മക്കൾ എടുത്തു തന്ന വസ്ത്രം അവസാനമായി തന്നെ ധരിപ്പിക്കണമെന്നും എല്ലാവരും പൊറുക്കണമെന്നും കുറിപ്പിലുണ്ട്. ഇത് പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് കൊല്ലം സ്വദേശിയായ രാജേഷ് മാള സ്റ്റേഷനിൽ SHO ആയി ചുമതലയേറ്റെടുക്കുന്നത്. ഉടൻ തന്നെ മറ്റൊരു സ്റ്റേഷനിലേക്ക് മടങ്ങിപ്പോകാനിരിക്കുകയായിരുന്നു. രാജേഷിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. മരണത്തിന് പിന്നിൽ ജോലി സംബന്ധമായ കാരണങ്ങളോ മറ്റെന്തെങ്കിലും ദുരൂഹതയോ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. സമൂഹത്തിൽ മാന്യമായി പെരുമാറുകയും ജനസേവനം നടത്തുകയും ചെയ്യുന്ന ചില പൊതുപ്രവർത്തകരെ ശ്രദ്ധിക്കാറുണ്ടോ? നാട്ടുകാർക്കെല്ലാം വലിയ ഉപകാരിയായിരിക്കും. എന്നാൽ വീട്ടിലെത്തുമ്പോഴാണ് അവരുടെ തനി സ്വഭാവം പുറത്തു വരുന്നത്. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് R ശ്രീകുമാർ മികച്ച രാഷ്ട്രീയ നേതാവാണ്. എന്നാൽ ഇയാളുടെ തനി സ്വഭാവം എന്താണെന്ന് അറിയാമോ? വീട്ടിൽ ഭാര്യയെ അടിമയെ പോലെയാണ് കാണുന്നത്. അവരെ ക്രൂരമായി മർദ്ദിക്കും. ഇയാളുടെ ആട്ടും തുപ്പും കൊണ്ടാണ് ആ യുവതി വീട്ടിൽ കഴിയുന്നത്. ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ ശ്രീകുമാറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. വധശ്രമമടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് മതിലകം പോലീസ് ശ്രീകുമാറിനെതിരെ കേസെടുത്തത്. തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നുമുള്ള ഭാര്യയുടെ പരാതിയിലാണ് നടപടി. ചൊവ്വാഴ്ച നടന്ന മർദ്ദനത്തിനു പിന്നാലെ ശ്രീകുമാറിന്റെ ഭാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തത്. ചൊവ്വാഴ്ച രാത്രി 7:30 വീട്ടിലെത്തിയപ്പോൾ വൈകിയെത്തിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. തോന്നിവാസത്തിന് കയറി വരാൻ സത്രമാണോ എന്ന് ചോദിച്ച് ഇരുകർണത്തും അടിച്ചെന്നും മുടിയിൽ കുത്തിപ്പിടിച്ച് തല ഭിത്തിയിലടിപ്പിക്കാൻ ശ്രമിച്ചെന്നും FIR-ൽ പറയുന്നു. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. ഒരു കുടുംബമായാൽ ചെറിയ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലേ. അത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളെ പല വീടുകളിലും കാണും. ദാമ്പത്യ തർക്കം നാട്ടുകാരെ അറിയിക്കുന്നത് എത്ര നാണക്കേടുള്ള കാര്യമാണ്. ചില മനുഷ്യരുണ്ട്, വീട്ടിലെ പ്രശ്നങ്ങൾ നാടുനീളെ കൊട്ടിഘോഷിക്കും.
പരസ്യമായി പരാക്രമം കാണിക്കും. പാലക്കാട് കറുകപുത്തൂരിൽ ഭാര്യയുമായുള്ള വഴക്ക് കാറ് കത്തിക്കുന്നതാണ് കലാശിച്ചത്. എറണാകുളം സ്വദേശി താജുദ്ദീനാണ് ഇയാളുടെ ഭാര്യ ജോലി ചെയ്യുന്ന പാലക്കാട് തിരുമിറ്റക്കോടെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. കാർ പൂർണ്ണമായും കത്തിയമർന്നെങ്കിലും മറ്റനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് തിരുമിറ്റക്കോട് കറുകപ്പുത്തൂരിൽ ബുധനാഴ്ച രാത്രിയാണ് സംഭവമുണ്ടായത്. തിരുമിറ്റക്കോട് പഞ്ചായത്തിന് കീഴിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന മാരുതി ഈക്കോ വാഹനമാണ് കത്തിയത്. റോഡരികിൽ നിന്നും തീ ആളിപ്പടർന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തുകയായിരുന്നു. കാറിനകത്ത് ആളുകളുണ്ടോ എന്ന് ആദ്യം സംശയമുണ്ടായി. തുടർന്ന് നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. ഇതോടെ ചാലിശ്ശേരി പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു. പട്ടാമ്പിയിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്തിയത്. അപ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തി അമർന്നിരുന്നു. എറണാകുളം സ്വദേശി താജുദ്ദീന്റെ വാഹനമാണ് കത്തി നശിച്ചത്. ഇയാളുടെ ഭാര്യ തിരുമിറ്റക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരിയാണ്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് താജുദ്ദീൻ തന്നെയാണ് വാഹനം കത്തിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. കാർ കത്തിയതിനെ സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഉടമ തന്നെയാണ് കാർ കത്തിച്ചതെന്ന് വ്യക്തമായത്. എറണാകുളത്ത് നിന്നും വന്ന് താമസിക്കുന്നതിനാൽ ഇവരെക്കുറിച്ച് നാട്ടുകാർക്കും കൂടുതലൊന്നും അറിയില്ല. പോലീസിന് നൽകിയ മൊഴിയിൽ നിന്നാണ് കുടുംബ പ്രശ്നങ്ങളുണ്ടെന്ന വിവരം പുറത്തുവന്നത്. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ഖനിയിൽ നിന്നുള്ള സ്വർണം പകുതി വിലയ്ക്ക് വാങ്ങി ഇരട്ടി ലാഭമുണ്ടാക്കാമെന്ന വാഗ്ദാനം. കുളം വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ സ്വർണ്ണ വിഗ്രഹം വിൽക്കാനുണ്ടെന്ന പ്രചാരണം. സ്വർണ്ണഖനികളുടെ കഥ പറയുന്ന ആക്ഷൻ ചിത്രം KGF-നെ ബന്ധപ്പെടുത്തി നടന്ന ഒരു തട്ടിപ്പിലേക്കാണ്. ആത്മീയ വേഷത്തിന്റെ മറവിലാണ് പത്തനംതിട്ട മാധവമംഗലം സ്വദേശി ഷാജി തട്ടിപ്പ് നടത്തുന്നത്. KGF സ്വാമി എന്നാണ് ആളുകൾ ഇയാളെ വിളിക്കുന്നത്. സ്വാമിയുടെ വേഷവും കഴുത്തിൽ രുദ്രാക്ഷമാല ധരിച്ചുമാണ് വരവ്. തൃശൂർ കേന്ദ്രീകരിച്ച് നടന്ന കോടികളുടെ തട്ടിപ്പ് കേസിൽ ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വർണ്ണഖനികളിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന സ്വർണം വിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ എത്തിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് പണം തട്ടിയ കേസിലാണ് KGF സ്വാമി പിടിയിലായത്. ഏതാനും വർഷങ്ങളായി കൊടുങ്ങല്ലൂരിൽ താമസിച്ചു വന്ന ഇയാൾ ആൾദൈവമായി ആളുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടായിരുന്നു തട്ടിപ്പ്. സ്വർണ്ണഖനി നടത്തിപ്പുകാരുമായി തനിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ സ്വർണം ലഭ്യമാക്കാമെന്നും പറഞ്ഞ് ആളുകളുടെ വിശ്വാസം നേടിയെടുക്കും. വിലക്കുറവിൽ സ്വർണ്ണക്കട്ടികൾ എത്തിച്ചു നൽകാമെന്ന പേരിൽ നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തി. പണം നൽകുന്നവരുടെ വിശ്വാസം നേടുന്നതിനായി സ്വർണ്ണക്കട്ടിയെന്ന് അവകാശപ്പെട്ട ഒരു വസ്തു ഇയാൾ കാണിച്ചിരുന്നുവെന്നും പരിശോധനയിൽ അത് സ്റ്റീലിൽ നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ സ്വദേശി ഷബീർ, അദ്ദേഹത്തിന്റെ 5 ലക്ഷം രൂപ പോയ കേസിലാണ് ഇപ്പോൾ ഈ ഷാജി എന്ന് പറയുന്ന ആളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷാജിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ കോലാർ പോലെയുള്ള സ്വർണ്ണഖനികൾ, ആഫ്രിക്ക, കോലാർ, അതുപോലെ ചെന്നൈയിലൊക്കെയുള്ള സ്വർണ്ണഖനി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സ്വർണ്ണഖനികളുമായിട്ട് ഇയാൾക്ക് ഡയറക്റ്റ് ബന്ധമാണ്. ഗോൾഡ് ബിസിനസ്, ഗോൾഡ് മൈൻസിൽ നിന്ന് ഇങ്ങനെ 10 കിലോ 15 കിലോ 20 കിലോ ആയിട്ട് ബൾക്കായിട്ട് ഗോൾഡ് എടുത്ത് നേരിട്ട്, അപ്പം പിന്നെ ടാക്സ് ഒന്നും ഇല്ലല്ലോ, സ്വാഭാവികമായിട്ടും ലക്ഷക്കണക്കിന് രൂപ, കോടികളുടെ ലാഭം ഉണ്ടാകും. അപ്പോൾ ആളുകളോട് പറയുന്നത് 50 ലക്ഷം 25 ലക്ഷമൊക്കെ നിങ്ങൾ മുടക്കിയാൽ ഇരട്ടിയായിട്ട് ലാഭം കിട്ടും. ഇങ്ങനെ പലരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതായിട്ടാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. മാടവന സ്വദേശിയായ ഷജീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വർണ്ണക്കട്ടി വാങ്ങുന്നതിനായി ഷാജിർ 5 ലക്ഷത്തോളം രൂപ നൽകിയിരുന്നുവെന്നാണ് പരാതി. ഇതേ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് വഞ്ചനാക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു.
ഷാജിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് അറസ്റ്റ്. പരിശോധനയ്ക്കിടെ വീട്ടിൽ നിന്ന് മുക്കുവണ്ടങ്ങൾ, വ്യാജ സ്വർണ്ണക്കട്ടികൾ, കൃത്രിമ കല്ലുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു. വിവിധ വിലാസങ്ങൾ രേഖപ്പെടുത്തിയ ഒന്നിലധികം തിരിച്ചറിയൽ കാർഡുകളും പ്രതിയുടെ പക്കൽ നിന്ന് കണ്ടെത്തിയതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ അറിയിച്ചു. കുറഞ്ഞ വിലയ്ക്ക് സ്വർണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നിരവധി പേരെ ഇയാൾ വഞ്ചിച്ചിട്ടുണ്ടെന്നാണ് സംശയം. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണത്തിനിടെ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിലും ഷാജി പ്രതിയാണെന്ന് കണ്ടെത്തി. സ്വർണത്തിൽ നിർമ്മിച്ചതാണെന്ന് അവകാശപ്പെട്ട് ഗണപതി വിഗ്രഹം വിതരണം ചെയ്തെങ്കിലും പിന്നീട് അത് വ്യാജമാണെന്ന് തെളിഞ്ഞ സംഭവത്തിലാണ് കേസ്. വിശദമായ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അറസ്റ്റിലായ ഷാജിയെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. സ്വാമിക്കെതിരെ സമാനമായ പരാതികൾ ഇനിയും വരാനാണ് സാധ്യത. ന്യൂസ് 18 തൃശൂർ. റോഡിൽ മലപ്പുറം തിരൂരിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി ലഹരിയിൽ ഓട്ടോ ഡ്രൈവറുടെ അഴിഞ്ഞാട്ടം. ബസ്സും ഓട്ടോറിക്ഷയും തമ്മിൽ പരസ്പരം ഉരസിയതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് വലിയ അക്രമത്തിലേക്ക് വഴിമാറിയത്. പിന്നാലെ ഓട്ടോ ഡ്രൈവറായ ഹബീബ് ഇരുമ്പ് വടികൊണ്ട് ബസ്സിന്റെ ഗ്ലാസ് അടിച്ചു തകർത്തു. റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ചമ്മറവട്ടം സ്വദേശി ഹബീബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനെന്നാണ് നാട്ടുകാർ പറയുന്നത്. തിരൂർ ആലത്തിയൂർ അങ്ങാടിയിലാണ് ലഹരി ഉപയോഗിച്ച ശേഷം ഓട്ടോ ഡ്രൈവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ആലത്തിയൂർ അങ്ങാടിയിൽ വെച്ചായിരുന്നു ആക്രമം. സ്വകാര്യ ബസിന്റെ മുൻഭാഗത്തെ ചില്ല് ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ ചമ്രവട്ടം സ്വദേശി PDAക്കൽ ഹബീബ് എന്ന 29-കാരനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ബസ്സും ഹബീബ് ഓട്ടിച്ചിരുന്ന ഓട്ടോറിക്ഷയും തമ്മിൽ പരസ്പരം ഉരസിയതുമായി ബന്ധപ്പെട്ടാണ് സംഭവത്തിന്റെ തുടക്കം. തുടർന്നുണ്ടായ രൂക്ഷമായ വാക്കുതർക്കത്തിനൊടുവിൽ ലഹരിയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ ഇരുമ്പ് വടിയെടുത്ത് ബസ്സിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. അങ്ങാടിയിൽ പരസ്യമായി അക്രമം അഴിച്ചുവിട്ടതോടെ നാട്ടുകാരും യാത്രക്കാരും ഭീതിയിലായി. സംഭവം അറിഞ്ഞ് ഉടനടി സ്ഥലത്തെത്തിയ തിരൂർ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. അക്രമത്തിനെതിരായ ബസ് ജീവനക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 തിരൂർ. കണ്ണൂർ നഗരത്തിലെ വ്യാപാരികൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളാണിത്. കള്ളന്മാരെ കൊണ്ട് നാട്ടുകാരും കച്ചവടക്കാരും പൊറുതിമുട്ടിയിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ 6 കടകളിലാണ് കള്ളം കയറിയത്. പ്രസ് ക്ലബ് റോഡിൽ പ്രവർത്തിക്കുന്ന തുണിക്കട, മൊബൈൽ ആക്സസറി ഷോപ്പ്, ഫുഡ്വെയർ, പച്ചക്കറിക്കട എന്നിവിടങ്ങളിലായിരുന്നു മോഷണം. പയ്യാമ്പലത്ത് കഫയിൽ നിന്ന് 1 ലക്ഷത്തിലധികം രൂപയും നഷ്ടമായി. മോഷണ പരമ്പരയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോഷണം നടന്നത് ബുധനാഴ്ച അർദ്ധരാത്രിയോടുകൂടിയാണ് സംഭവം. തുണിക്കട, മൊബൈൽ ആക്സസറീസ് കട, ഫുഡ്വെയർ, പച്ചക്കറിക്കട, വാച്ച് ഷോപ്പ് എന്നിവിടങ്ങളിലടക്കം മോഷണം നടന്നു. കടകളുടെ മേൽക്കൂര തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. പണവും വാച്ചുകളും മൊബൈൽ സാമഗ്രികളും നഷ്ടമായിട്ടുണ്ട്. രാവിലെ ഷോപ്പ് തുറക്കാൻ വരുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത് 7 മണിയൊക്കെ നമ്മളെ അയൽവാസി വിളിച്ചു പറയുകയും ചെയ്ത് ഇങ്ങനെ ഷോപ്പ് ഇങ്ങനെ അതിൻ്റെ ഷട്ടറെല്ലാം തകർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ടത് തന്നെ ഈ ഷട്ടർ കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിലുള്ള കുറച്ച് രേഖകൾ, കുറച്ച് ഫയലുകളെല്ലാം എടുത്തു കൊണ്ടുപോയിന്. പിന്നെ കുറച്ച് ഡ്രസ്സും. പൈസ ചെറിയ 10-25 അങ്ങനെ ഉണ്ടാവും. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 4 മാസം മുമ്പാണ് ഇതേ കള്ളൻ തന്നെയാണ് മറ്റൊരു കടയിലും കയറിയത്. രാവിലെ വന്ന് കട തുറന്നപ്പോഴാണ് ആദ്യം വിചാരിച്ച് നമ്മൾ വെജിറ്റബിൾ കട മാത്രമാണ്, പിന്നെ മറ്റൊരു കടയും തുറന്നു. മറ്റുള്ള ആളുകളൊക്കെ തുറന്നപ്പോഴാണ് 7ഓളം കടകളിലാണ് കള്ളൻ കയറിയിട്ടുള്ളത്. പയ്യാമ്പലത്തെ വൈൽഡ് കഫേയിലും കഴിഞ്ഞ ദിവസം മോഷണം നടന്നിരുന്നു. ഇവിടെ നിന്ന് 1 ലക്ഷത്തോളം രൂപയാണ് നഷ്ടമായത്.
മുൻവശത്തെ വാതിൽ തല്ലിപ്പൊളിച്ചാണ് കള്ളൻ അകത്തുകടന്നത്. രണ്ടിടത്തും മുമ്പ് നടന്ന മോഷണങ്ങളിലും പോലീസിന് പ്രതികളെ പിടികൂടാനായിരുന്നില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് കള്ളന്മാരെയാണ്. ഈ സമയത്ത് വീട്ടുകാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആയുധങ്ങളും മറ്റും വീടിന് പുറത്ത് വെക്കരുത്. തിരുവനന്തപുരം പൂവച്ചലിൽ പട്ടാപ്പകൽ മോഷ്ടാവ് വീട് കുത്തിത്തുറന്നത് തേങ്ങ പൊതിക്കാനായി വീടിന് പിന്നിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് പാര ഉപയോഗിച്ചാണ്. പൂവച്ചൽ കോട്ടക്കുഴി സ്വദേശി ആർമി ഉദ്യോഗസ്ഥനായ വിവേകിന്റെ വീട്ടിലാണ് പട്ടാപ്പകൽ കവർച്ച നടന്നത്. 15 പവൻ സ്വർണവും CCTV ക്യാമറയും നഷ്ടപ്പെട്ടു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പൂവച്ചൽ കോട്ടക്കുഴി വാസുദേവത്തിൽ ആർമി ഉദ്യോഗസ്ഥനായ വിവേകിന്റെ വീട്ടിലാണ് പട്ടാപ്പകൽ കവർച്ച നടന്നത്. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 15 പവൻ സ്വർണ്ണാഭരണങ്ങളും ലോക്കറിന്റെ താക്കോലും വീടിന് മുന്നിലുണ്ടായിരുന്ന CCTV ക്യാമറയും മോഷ്ടാവ് കവർന്നു. വിവേകിന്റെ ഭാര്യ ജയലക്ഷ്മിയും 2 കുട്ടികളുമാണ് ഈ വീട്ടിൽ താമസം. രാവിലെ 10 മണിക്ക് ജയലക്ഷ്മി വീട് പൂട്ടി തിരുവനന്തപുരത്തുള്ള കോളേജിലേക്ക് പഠനത്തിനായി പോയ സമയത്തായിരുന്നു മോഷണം. വൈകിട്ട് 4 മണിയോടെ ഇവർ തിരികെ വീട്ടിലെത്തി മുൻവാതിൽ തുറന്നപ്പോൾ അകത്തെ എല്ലാ ലൈറ്റുകളും തെളിഞ്ഞു കിടക്കുന്നത് കണ്ട് സംശയം തോന്നി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അടുക്കളവാതിൽ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിലെ അലമാരിയും പൂർണ്ണമായി തകർത്ത നിലയിലായിരുന്നു. അലമാറയിൽ സൂക്ഷിച്ചിരുന്ന വിവേകിന്റെ മാല, ജയലക്ഷ്മിയുടെ താലിമാല, വളകൾ, കുഞ്ഞിന്റെ ആഭരണങ്ങൾ എന്നിവയാണ് നഷ്ടപ്പെട്ടത്. വീടിന്റെ 2ാം നിലയിലെ പിൻവാതിൽ ഉൾപ്പെടെ എല്ലാ വാതിലുകളും മോഷ്ടാവ് തുറക്കാൻ ശ്രമിച്ചിരുന്നു. തേങ്ങ പൊതിക്കുന്നതിനായി വീടിന് പിന്നിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് പാര ഉപയോഗിച്ചാണ് കള്ളൻ അടുക്കളവാതിൽ കുത്തിത്തുറന്നത്. കാട്ടാക്കട സബ് ഇൻസ്പെക്ടർ മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. വാതിൽ പൊളിക്കാൻ ഉപയോഗിച്ചിരുന്ന പാര പോലീസ് പുരയിടത്തു നിന്ന് കണ്ടെടുത്തു. കവർച്ചയ്ക്ക് ശേഷം തന്റെ ദൃശ്യങ്ങൾ പതിയാതിരിക്കാൻ മുൻവശത്തുള്ള CCTV ക്യാമറയും കള്ളൻ അഴിച്ചെടുത്തു കൊണ്ടുപോയിരുന്നു. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കുള്ള ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലുള്ള ഇടപാടുകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്നാൽ വീണ ഇഡിക്ക് മുന്നിൽ വെള്ളിയാഴ്ച ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മറ്റൊരു ദിവസം ഹാജരാകാമെന്ന് ഇഡിക്ക് ഇമെയിൽ വഴി സന്ദേശം അയച്ചു. ആവശ്യമായ രേഖകൾ കൈമാറാൻ ഒരുക്കമാണെന്നും ഇമെയിൽ സന്ദേശത്തിലുണ്ട്. CMRL MD ശശിധരൻ കർത്ത ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് വിവരം. അഭിഭാഷകർ ഹാജരായി രേഖകൾ കൈമാറുമെന്നാണ് വീണ ഇഡിയെ അറിയിച്ചത്. വീണയ്ക്ക് മറ്റൊരു ദിവസം അനുവദിക്കുമെന്ന് ഇഡി വ്യക്തമാക്കി. പുതിയ സമൻസ് ഉടൻ നൽകും. കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിനു പണം ലഭിച്ചുവെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാക്കാനാണ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിക്ക് ഇഡി നൽകിയ നിർദ്ദേശം. ഇല്ലാത്ത ചെലവുകൾ കാണിച്ച് 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് CMRLുമായി ബന്ധപ്പെട്ട് നടന്നെന്ന SFIO കണ്ടെത്തലിന്റെ കള്ളപ്പണ ഇടപാടിലാണ് ഇഡി വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 2,78 ലക്ഷം രൂപയും എംപവർ ഇന്ത്യ ക്യാപിറ്റലിൽ നിന്ന് 50 ലക്ഷം രൂപയും വായ്പയും ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് ഇഡിയുടെ അന്വേഷണം. നേരത്തെ 12 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 242 അക്കൗണ്ടുകളിലായി 12 കോടിയിലേറെ രൂപ മരവിപ്പിച്ചിരുന്നു. ഇതിൽ ധനലക്ഷ്മി ബാങ്ക്, HDFC ബാങ്ക് എന്നിവിടങ്ങളിൽ വീണയ്ക്കുള്ള 3 അക്കൗണ്ടുകളും ഉൾപ്പെടുന്നുണ്ട്. ഈ അക്കൗണ്ടുകൾ വഴിയാണ് വീണയും CMRLും തമ്മിൽ ഇടപാടുകൾ നടത്തിയത്.
എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലുള്ള എല്ലാ ഇടപാടുകളുടെയും രേഖകൾ ഇഡിക്ക് അന്വേഷണത്തിനായി കൈമാറാൻ നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ അടക്കം വെച്ചായിരിക്കും ചോദ്യം ചെയ്യൽ. റെയ്ഡിനിടെ വീണ നൽകിയ പ്രാഥമിക മൊഴിയും നിലവിലെ തെളിവുകളും തമ്മിൽ നിരവധി പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് ഇഡി വിശദീകരിക്കുന്നത്. CMR MD SN ശശിധരൻ കർത്തിയെ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. മകൻ ശരണസ് കർത്തിയെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ തുടങ്ങിയ 9 പേർക്കാണ് ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിനിടെ ഒരാൾക്ക് മൂർച്ചയുള്ള വസ്തുകൊണ്ട് കുത്തേറ്റു. PR വില്യം സ്കൂളിലെ വിദ്യാർത്ഥിയെ തിരുവനന്തപുരത്തെ ഒരു സ്കൂളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്നതിനിടെ രക്ഷപ്പെടാനായി കുത്തിയതാണെന്നാണ് വിവരം. പ്രണയവുമായി ബന്ധപ്പെട്ട തർക്കമാണെന്നും കുത്തിയയാൾ ഒളിവിലാണെന്നും പോലീസ്. നെയ്യാറ്റിൻകര കൊറ്റാമത്ത് ജപ്തി നടപടികൾക്കിടയിൽ വീട്ടിനുള്ളിൽ മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി കുടുംബാംഗങ്ങൾ. കോടതി ഉത്തരവ് പ്രകാരം പോലീസുമായി എത്തിയ സംഘം നടപടികൾ തൽക്കാലം നിർത്തിവെച്ചു. ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ ചോദ്യം ചെയ്യലിന് SITക്ക് മുന്നിൽ ഹാജരായി മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ. ഗൺമാൻ അനിൽ കല്ലിയൂർ, S സന്ദീപ്, R അരുൺ, VV വിപിൻ, VK ഷൈജു എന്നിവരാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. മലപ്പുറം കാവാനൂരിൽ ഹെറോയിനുമായി യുവതിയടക്കം 2 പേർ പിടിയിൽ. 1.48 ഗ്രാം ഹെറോയിനുമായി പിടിയിലായത് അസം സ്വദേശികളായ മഞ്ജുവാര ബീഗം, റോഷിദുൽ ഹക്ക് എന്നിവർ. കൊണ്ടോട്ടിയിൽ 19 ഗ്രാം MDMAയുമായി കോഴിക്കോട് സ്വദേശി അമീറും പിടിയിലായി. മലപ്പുറം വളാഞ്ചേരിയിൽ ഇലക്ട്രോണിക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് തള്ളിയ 2 പേർ പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ ഇരുമ്പിളിയം സ്വദേശി മാതാ കബീർ, മുന്നാക്കൽ സ്വദേശി ഷമീർ എന്നിവരെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ലോകകപ്പ് ഫുട്ബോൾ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി സൈബർ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, വാട്സാപ്പ്, യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ലൈവ് ഫ്രീ, 1000-ലധികം TV ചാനലുകൾ സൗജന്യം, പരസ്യങ്ങളില്ലാതെ സിനിമകളും മത്സരങ്ങളും തുടങ്ങിയ ആകർഷകമായ വാഗ്ദാനങ്ങളുടെ മറവിലാണ് തട്ടിപ്പ്. ഇത്തരം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൻ്റെ വിവരങ്ങൾ ഹാക്ക് ചെയ്യുന്നതാണ് രീതി. വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണുന്നതിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന APK ഫയലുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുതെന്ന് സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. തട്ടിപ്പിനിരയായാൽ ഉടൻ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ ദേശീയ സൈബർ ക്രൈം പോർട്ടലിലോ പരാതി നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ആശങ്കപ്പെടാനല്ല പറഞ്ഞത്, ഇതൊരു ജാഗ്രതയാൽ കണ്ടാൽ മതി. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.